Hello guys, I'm here the Hey Gamer. ഇതൊക്കെ വെറുതെ മാച്ചൊക്കെ കളിക്കാൻ വിചാരിച്ചാൽ ഒന്നാണ് പിന്നെ ലോഗിൻ ചെയ്തെടുക്കുക, പിന്നെ ലോഗിനൊക്കെ ചെയ്യും. നമ്മളിന്ന് പുളിക്കും ഗൈസ്. പെനാൾട്ടി വെച്ച് ചൊവ്വ നമുക്ക് നോക്കട്ടെ. കീപ്പറിൻ്റെ കാലുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. കീപ്പർ ഏസൊക്കെ ചാടുകയാണ്. ഞാൻ പറയട്ടെ, കീപ്പർ ഇടത്തോട് ചാടും, അവിടെ ഇടത്തോട്ട് അടിക്കും. കീപ്പറൊക്കെ ചാടിയില്ല, ചെറുതായാലും തെറ്റി. ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. എന്തായാലും നമുക്ക് കിട്ടാണ്ട് കിട്ടിയിരിക്കണേ. ബൂസ്റ്റർ ടോക്കണേലും കിട്ടിയിരിക്കണേ. സ്കിൽ ട്രെയിനിങ് രണ്ടെണ്ണം കിട്ടിയിരിക്കണേ. അത് മതി. പിന്നെ ലാപ്പ് 34 ബൂസ്റ്ററാണ്. അപ്പോൾ 35 എന്താ 5 ഉപകാരമുള്ള 5 ഉപകാരമുള്ളതാണ് ഗൈസ്. 5 ഇതാരും വന്നിട്ടൊന്നുമില്ലല്ലോ, 3 ആളെന്നല്ലേ ഉള്ളൂ. 2 ആൾ അത് തന്നെ കുഴപ്പമില്ല, നമുക്ക് ബാക്കി തന്നെയാണ്. 35 എടുക്കണം. 35 ആവണമെങ്കിൽ ടൈമൊക്കെ എടുക്കും, അതാണ് മെയിൻ പ്രശ്നം. നമുക്ക് സീനില്ല, നമ്മളതൊക്കെ ട്രൈ ചെയ്യും. ട്രൈ ചെയ്താൽ നടക്കാത്തത് എന്തുണ്ട് എന്നല്ലേ ചോദിക്കാറ്. ആദ്യം മാത്രം ഞാനും ചോദിക്കും, ട്രൈ ചെയ്യും. Try. I ever try, never fail. നമുക്ക് ഒരു ചങ്ങായി കളിക്കാൻ വരാൻ പറഞ്ഞു, ഒന്ന് ഫ്രണ്ട് മാച്ച്. പക്ഷേ ഓൻ ഇന്നെങ്കിലും ഒന്ന് കയറിയാൽ മതി ഒരു മാച്ചിന്. നമ്മൾ ചിലപ്പോൾ പൊട്ടുട്ടാ കളിക്കണ്ടാവും. പിന്നെ ഞാൻ കാര്യം പറയാനുള്ളത്, ഇതൊക്കെ ചെക്കൻ വരാൻ ചിലപ്പോൾ കുറച്ച് ടൈം എടുക്കും ഇത് വരാൻ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആ ബെല്ലും കൂടെ വെക്കാൻ വിട്ടോ. അപ്പോൾ ഒരു സമാധാനമായിരുന്നു. കേൾക്കുക മറക്കരുത്. അതേ ഉള്ളൂ. നെയ്മറിൻ്റെ അടുത്തുണ്ട്. ഇപ്പം നെയ്മറിൻ്റെ അടുത്തു നമുക്ക് റൂമൊക്കെ റെഡിയാക്കി വെക്കാം. നല്ല ടീമും ചെക്കൻ വരാൻ ടൈം എടുക്കുമല്ലോ. ആ ടൈം ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആ ബെല്ലുകൂടെ നോക്കിയാളി. ചെക്കൻ ചിലപ്പോൾ ഇനി കളിയിലാവും ഗൈസ്. 3:40 വരാമെന്നാണ് പറഞ്ഞത്. മൂന്നേരം കണ്ടാൽ ഫ്രണ്ട്സിൻ്റെ പട തന്നെയാണ് എനിക്കുള്ളത്. പാസ്വേഡ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അത് ഇപ്പം ഞാൻ പാസ്വേഡ് ഇട്ടാലും നമുക്ക് പാസ്വേഡ് അടിക്കാതെ വരാം ഗൈസ്. കാരണം എന്താ പറയുക, വേറെ ഒന്നുമല്ല. ഇത് നമ്മൾ ഈ റൂം നമ്പറില്ലേ, ഈ 3913-83-83 അതടിച്ച് വരുന്നവർക്ക് പാസ്വേഡ് അടിച്ച് തരണം. ചിലവരുണ്ടാവും ഗസ് ചെയ്തുകൊണ്ട് വെറുതെ അടിക്കും. ഇപ്പോൾ ഓരോക്ക് രീതി തരാം, അങ്ങനത്തെ ഒക്കെ ഉണ്ട്. 3:40 നമ്മൾ ഇൻവൈറ്റ് ഇട്ട് കൊടുക്കുകയാണ്. 3:41 നമുക്ക് കിട്ടിയില്ലാണെങ്കിൽ നമുക്ക് മൈലീഗിൽ കളിക്കാൻ പോവാം. ഗൈസ് വരാം. എന്നിട്ട് നമുക്ക് അവനോട് വരാം. അതൊന്നും പറയണ്ട. ചങ്ങായി വരാത്തത് ഞാൻ പോവാ. വെറുതെ നിൽക്കണ്ടല്ലോ. നമുക്ക് പോയി നമ്മളെ ലീഗ് ആക്കാം. മൈ ലീഗ്. കുറേ ആൾക്കാർ എന്നോട് പറയുന്നുണ്ട് ഈ നെയ്മറിനെ കുറിച്ചുള്ള കണ്ടന്റ് തന്നെ നിർത്തുന്നു. നമ്മൾ നെയ്മറിനെ കുറിച്ചുള്ള കണ്ടന്റ് നിർത്തണം എന്ന് നമ്മൾ ആലോചിക്കും. എന്നാണ് നിർത്താൻ പോകുന്നത്? വേറെ ഒന്നുമല്ല, March 5 നമ്മൾ എന്നാണോ നമ്മൾ ഗ്ലോറി ചെയ്യുന്നത് അന്നത്തെ. കാരണം പറയാം, ഇതിൽ പറഞ്ഞാൽ ടോപ്പ് സ്കോററിൽ നെയ്മറിനെയാണ് നമ്മൾ എത്തിക്കാൻ നോക്കണേ. അപ്പോൾ നെയ്മറിനെ കൊണ്ട് നമുക്ക് കഴിയുള്ളൂ. നെയ്മർ തൂക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടാസ്കൊക്കെ തന്നെയാണ്. ഫസ്റ്റ് കളി വിജയം മട്ടും ഞങ്ങൾക്കുള്ളതാ. പക്ഷേ അത് നെയ്മറിനെ കേട്ടിട്ടുള്ള പരിപാടി ഇവിടെ നടക്കൂല. നമ്മൾ പിന്നെ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ, ഈ ബാറ്റ് സ്റ്റുഡിനെ കിട്ടിയവരുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായമൊക്കെ ഒന്ന് അടിക്കുക. ഫോക്സ് ഇൻ ദി ബോക്സിൻ്റെ സെൻറ്റർ ഫോർവേഡിനെ വേണം എല്ലാവർക്കും. എനിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ട് ഫോക്സ് ഇൻ ദി ബോക്സ്. ഡ്രോഗ്ബ പോരാ കാര്യം. ഡ്രോഗ്ബൻ്റെ ഓർമ്മ ഫോക്സ് ഇൻ ദി ബോക്സാണ്. ഡ്രോഗ്ബ ഇപ്പോൾ പോരാ. ആദ്യം കിട്ടിയപ്പോൾ ഭയങ്കര ഫോമിലുള്ള കളിയായിരുന്നു. പക്ഷേ ഈ ബാറ്റ് സ്റ്റുഡല്ലേ
നല്ല കളി വെക്കുമായിരിക്കും എന്നുള്ള ഒരു ഇത് തന്നെ എടുക്കാൻ പോകണേ. എന്നിട്ട് നമുക്ക് ഹഡ്ജി ഓഫ് നമ്മളെ ചെക്കൻ്റെ അവിടെ നമുക്ക് ബാറ്റ് സ്റ്റുഡൻ്റ് ഇറക്കാം. അത് അതിന് ട്രിക്ക്. അതിന് 297 347 പോയിന്റ്. അത് വ്യാഴാഴ്ച ആകുമ്പോഴത്തേന് കൂടും, അങ്ങനെ കൂടിക്കോളും. ബോയാൻ ക്രിക്കറ്റ് നെയ്മറിന് മുമ്പിൽ ആളുണ്ടായിട്ടും നെയ്മർ സ്കില്ലൊക്കെ എടുത്താൽ നോക്കുകയാണ്. ഒരു സ്കില്ല് ഗൈസ് കഴിഞ്ഞില്ല. അതേവനാ ഇനി നെയ്മറിൻ്റെ ടാർഗറ്റ് ഓനാ ഡ്രിബിൾ ചെയ്യുക. അതാണ് ഇനി നെയ്മറിൻ്റെ ടാർഗറ്റ് ഗൈസ്. ഉറപ്പിച്ച് വെച്ചോ, ഇതെൻ്റെ വാക്കാ. പക്ഷെ ആളെവിടെ നിന്ന് നെയ്മറിനെ കിട്ടിയണേ. നെയ്മർ ഓൻ്റെ അടുത്തേക്ക് പോകണമെന്ന് വെച്ചാലോ ഓൻ സെൻറ്റർ ബാക്കായിട്ടാണ് ഗൈസ്. ആ നടുക്കുന്ന ആളാണ് ചെക്കൻ. ഓനാണ് നെയ്മറിൻ്റെ ടാർഗറ്റും. ഇതൈബൻ തന്നെ ഗൈസ്. വീണ്ടും നെയ്മറിലേക്ക് നിർത്ത്. ഇനി നെയ്മർ മിക്കവാറും കുക്ക് ചെയ്യും ഗൈസ്. നെയ്മറിന് അടിമക്ക് എടുക്കാൻ വരെ സാധ്യതയുണ്ട്. ഇനി ചിലപ്പോൾ ഒന്നും ചെയ്യില്ല. ഓൻ്റെ മുമ്പിൽ നിന്ന് ഒരു ബ്ലിറ്റ്സാണ് കാണിച്ചു കൊടുക്കും. എന്നിട്ട് നെയ്മർ ചോദിക്കും, ഇപ്രാവശ്യം ഒന്നും ചെയ്യാൻ പറ്റിയതേ, എന്ത് പറ്റി? അത് ചോദിച്ചാൽ മോനെ നെയ്മറിൻ്റെ ഓറ 999+. മൗറോ അറമ്പർ. ഒലിവർ കാനഡ, എന്നും കാനഡ. സ്കാൻഡോൺ ഒന്ന് പവറിൽ കുത്തണ്ടേ. ലൂയിസ് മിയ ഓഫ് സൈഡ് വിസിൽ മുഴങ്ങുകയാണ് ലൂയിസ് മിയക്കെതിരെ. റഫറിക്കൊക്കെ നമുക്ക് പൈസ കൊടുക്കാം. നമ്മളൊന്ന് വിളിച്ച് പറഞ്ഞേ, എന്താ റഫറി മൊടയാണാ? റഫറിയുടെ മൊടയാണ് അത്. വരെ കൊണ്ടുപോയി തിരികെ ഗായ്സ്. പെട്ട് ഗായ്സ് തോറ്റ്. ഞാൻ വെറുതെ ഒലിവർക്കാനായിട്ട് ഒന്ന് ഷോട്ടാണ് ഗായ്സ്. വെറുതെ ഷോട്ടു നോക്കിയിട്ടുണ്ട്. ഷോടാൻ പറഞ്ഞാരാ? എൻ്റെ മനസ്സ് നീ എന്നെ ചതിക്കുന്നുണ്ട്. ഇപ്പോൾ ഒന്ന് വിട്ട് നോക്കിട മനസ്സ്. നെയ്മറ നീയാണ് ഇനി ആകുള്ള ഒരിത്. ഈ ഡൊമിംഗോസ് ദുവാത്തെ അവൻ്റെ അന്ത്യമാണെന്ന്. കാരണം എന്താ വെച്ചാൽ നെയ്മറാണ്. നെയ്മർ പറഞ്ഞതാണേ, അറിയാലോ അല്ലേ? ബെല്ലേറ്റ് ഒന്നേ മുട ഗൈസ് പൊട്ടിക്കാണ്. ഇക്കളി ജയിക്കാനുള്ള പലതും നെയ്മറിനെ കൊണ്ട് ചെയ്യും അങ്ങനെയാണ് പറയാനല്ലേ. ഇവനൊക്കെ സുഖമായിട്ട് ഡ്രിബിൾ ചെയ്യണ്ടേ. ആഗ്രഷനും ആക്യുറസി ഇല്ലാത്തവനാ ഇവൻ്റെ മുമ്പിൽ നിന്ന് വരെ എടുക്കണേ. ലൂയിസ് മിയ അല്ലത് ആരാളാന്നാണ് ഞാൻ ചോദിക്കാൻ ആളാരാന്നുള്ളത്. കോമഡി. ലൂയിസ് വാസ്ക്യൂസ് അറമ്പറി. ക്യാൻറ്റോണെ പെട്ടെന്ന് എടുത്ത് പാസ് കൊടുക്കണം നെയ്മറിനെ. ഓട്. ഇവനൊക്കെ ഏത് അതാളത്തെ നേടിയെന്നോ ഗൈസ്. ചെക്കനെ വിളിച്ച് ഞാൻ വിചാരിച്ചു കേരിയനുണ്ടെ മറ്റേ ജാമോങ്കോസ് ദുവാത്തേനെ മുമ്പ് നേരം. അപ്പോൾ അതിലുള്ള തൊഴിലിറക്കാനുള്ളത് കിട്ടിയെന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. പക്ഷേ എല്ലാത്തിനും ഒരു ഏനു തന്നെ വന്ന് ആൻസർ തരേണ്ടി വന്നീനു. അതും മെയിൻ പ്രശ്നമായിനു. നമുക്ക് നെയ്മറിനെ നെയ്മർ റൈറ്റ് വിങ് ഒന്ന് വിളിച്ചടിച്ച് എങ്ങനെ ഉണ്ടാവും? നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഗൈസ്. അത് കിണ്ണം ഗൈസ്. നെയ്മർ റൈറ്റ് വിങ് ഒന്ന് ബ്ലിച്ചടിച്ച് എണിച്ചെടുക്കുകയാണ്. എനിക്ക് ലെഫ്റ്റ് വിങ് മാത്രമല്ലടാ, എൻ്റെ കൂടെ റൈറ്റ് വിങ്ങിലും ഉണ്ടാ. നെയ്മർ തെളിയിച്ച് കാണിച്ചിട്ട് ഏതാ ബ്ലിച്ച് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവന് എന്ത് പറ്റി? 2 കൈ ഇത് നെയ്മർ തന്നെ ഞങ്ങൾ ചോദിക്കുകയാണ്. ആ റൈറ്റ് വിങ് എന്നുള്ള ബ്ലിച്ച് നോക്കി എടുത്തു അവിടുന്ന് അതും എഡവൻ അത് ദ്യാമങ്കോസ് ദുവാത്തേനോട് ചോദിക്കുകയാണ്, എത്തിക്കാൻ പറ്റുന്നില്ല മകനെ, പറ്റുന്നില്ലേ? ഗുഡ് ഗോൾ നൗ ലെറ്റ്സ് വിൻ ദിസ് എന്നാണ് നമ്മുടെ കോച്ചായ പെപ് ഗുവാർഡിയോള പറയുന്നത്. കിക്കോ ഫെർമീന മനസ്സ് വെച്ചാൽ മതി. ഒറ്റക്ക് ഓടി എന്നാണ്ട് ഒറ്റ അടി അടിക്കുക. അടക്കൂല മോനെ, ഇത് എൻ്റെ കോട്ടയാ, അതും കൂടി ഒന്ന് കരുതിക്കോ. ഇത് ബോയാൻ ക്രിക്കറ്റിന് ഇട്ടെടുക്കും. കണ്ടാ പറഞ്ഞില്ലേ, അത് നെയ്മറിന് ഇട്ടെടുത്ത് ഗൈസ്. ബോയാൻ ക്രിക്കറ്റ് ഓടാൻ പറഞ്ഞു നെയ്മറിനോട്. നെയ്മറിന് അഗ്രഷനും ആക്യുറസി ഇല്ലാന്ന് മറന്നുപോയി ഗൈസ്. പെപ് ഗുവാർഡിയോള ക്ലിയർ ബോൾ ഇൻ പിച്ച് പറഞ്ഞ് ക്ലിയർ ചെയ്യേണ്ടതെന്ന് ആവശ്യം. വിസിലടി. ഇത്രയേ ഉള്ളൂ. സമനിലയുണ്ട് ഫസ്റ്റ് ഹാഫ്. ഒരു 4 ഗോളും കൂടി കിട്ടണം, ഒരു 3 ഗോളും കൂടി കിട്ടണം. നെയ്മർ എന്തിനാരോ
നെയ്മർ തൂക്കാനുള്ള ടോപ്പ് സ്കോറർ നെയ്മർ തൂക്കും. എൽഹാജി നെയ്മർ 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 ഗൈസ് ബാക്കിലേക്കാണ് പോകുന്നത്. സോളോ ഗോളിനുള്ള ഇതാണ്. പക്ഷേ സോളോ ഗോൾ ഒരു ബ്ലിറ്റ്സിൽ രസം ഉണ്ടാവില്ലല്ലോ. പക്ഷേ എന്നാലും നെയ്മർ ട്രൈ ചെയ്യും. അല്ല കഴിക്കുന്നു പോയി ഗൈസ്. നെയ്മറിന് ബോൾ കിട്ടുന്നില്ല. വാൻ ബൂട്ടൻ നെയ്മർ എവിടെ കിക്കോ ഫെമീനല്ലേ അല്ല. ഇത് ആർക്കാണ് ഇടയിൽ കയറി വരുന്നത്? ഗൈസ് മാറിക്കടോ. ഒരു ബ്ലിച്ച് അടിക്കണോ? നെയ്മറും ചൂടാവാൻ നിൽക്കുകയാണ് ഗൈസ്. മാറിക്ക് ബ്ലിച്ച് അടിക്കണം. ഓ മാറിക്കൊടുക്കണം ഗൈസ്. മറ്റേ നമ്മളെ മങ്കോസ് ദ്വാത്തെ മാറിയാണ് ആ സൈഡിലേക്ക് ഇങ്ങനെ പോണേ. എന്താ സംഭവം? വയ്യ നിൻ്റെ മുമ്പിൽ നിന്ന് എല്ലാമെങ്കിലും പറയാനെന്നൊക്കെ പറയാനുള്ള അടവേനു. ബാ 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 വാടാ ദ്യാമങ്കോസ് ദുമാത്തെ വാടാ ഗൈസ്. കൊടുത്ത് ഡോമിങ്കോസ് കൊടുക്കും ഗൈസ്. നെയ്മർ ഒന്നെങ്കിൽ നെയ്മർ ഇതിൽ ഹാട്രിക്ക് അടിച്ച് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഓനെ കുക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കും. നെയ്മറിന് വേണ്ട ഹാട്രിക്കാണ്. കാരണം എന്താ വെച്ചാൽ ഒരു സമാധാനമാണ് ഗൈസ്. ഈസി പീസി ആയിട്ട് ഓനെ ഡ്രിബിൾ ചെയ്തിട്ടുണ്ട്. അത് ഗോളായി പൊളിക്കും. ബാർ തട്ടുകയാണ്. കുഴപ്പമില്ല. എത്താപ്പത് നെയ്മർ എന്തൊക്കെ ചെയ്ത് കൂട്ടണുണ്ടല്ലേ നിങ്ങൾ? ഇതാരാ? അബ്ബക്കാർ മുസ്ലിമാണ് പറഞ്ഞപ്പോൾ വിട്ടാൾ പറഞ്ഞു. ഞാൻ നമ്മളടിക്കൂല. കാരണം എന്താ പറയുക, പാവല്ലേ. നെയ്മർ അടിച്ചാലും വലിയ കാര്യം ഉണ്ടാവുള്ളൂ. ഈ ടേണിൽ ഇവന് കുറേ നേരമായിട്ട് വീയുണ്ട് ഗൈസ്. കുറേ നേരം ഞാൻ കേളടിക്കാൻ നോക്കണേ. കേളായിട്ട് പോകണമില്ല. ആ ടേണായിട്ട് നേരക്ക് വർക്കാവണമുണ്ട്. ഇപ്പം പിന്നെയും വന്നാ മെച്ചിയെ ഗൈസ്. 1-1 സമനിലയാണ്. കൈക്കന്ന് പോവാണ്. സമനിലയായ കഴിയൂല. അപ്പോൾ ഗോളിയോളെ ബാക്കിൽ നിന്ന് സമനിലയായ കഴിയൂല. അത് നെയ്മർ ഒന്ന് കേട്ടു ഗൈസ്. അത് ഇനി ഓരോ ടീമിനെ വൻ സീനാക്കുമോ അത് വിടുമോ? നെയ്മർ അവിടെ നിന്നൊക്കെ ബ്ലിറ്റ്സ് അടിച്ചിട്ട് കാര്യമില്ല. നെയ്മർ അത് നടക്കൂല എന്നാണ് ഗോളുകൾ പറഞ്ഞത്. അപ്പോൾ നെയ്മർ ഈഗോ ഹേർട്സ് ചന്നാണ്. അങ്ങനെ ആവുമോ നോക്കാം. കോച്ച് മാറ്റണമെങ്കിൽ ആദ്യം ബനെ മാറ്റാൻ പറയേ. വേസ്മിയാനല്ല, ഡൊമിങ്കോസ് ദുയാത്തെ. അതുള്ളതുകൊണ്ടാണ് നെയ്മർ അടിക്കാത്തത്. കാരണം എന്താ, അതിനുള്ള പക വീട്ടിക്കൊണ്ട് നിൽക്കുക. അതിനങ്ങനെ ഇട്ട് കളിപ്പിക്കും. അതപ്പം നെയ്മർ ചെയ്യണേ. വെട്ടി ഫൗൾ വാങ്ങരുത്. പക്ഷെ അറമ്പറ് ഓലിർക്കാൻ പെട്ടെന്ന് കൊണ്ട് കൊടുക്കും. നെയ്മറിട്ട് കൊടുക്കുക. അല്ല ആൾ വരുന്ന പെട്ടെന്ന് പാസ് കൊടുക്കും. നെയ്മറ ക്യാൻറ്റോണ എടുക്കണ്ടേ. ഇനി നമുക്കൊന്ന് ബോൾട്ടിയാ നെയ്മറിനൊന്ന് ബോൾട്ടിയാ. നെയ്മർ പറഞ്ഞ് ഞാൻ ഏറ്റു. നടക്കൂല മോനെ, ബോൾ കിട്ടൂലെന്ന് ഓരോ ടീമോ വാശിക്ക്. ഗൈസ് ഇനി അവർക്ക് കോർണറാവും അല്ലേ? കോർണർ തന്നെ ആവും ഉറപ്പാണ്. കോർണർ തന്നെ ഗൈസ്. ഇത് ഇന്നും വല്ലതും നടക്കുമോ? ബോൾ കിട്ടൂല ഉറപ്പായി. ഭയങ്കരക്ക് ചേരണേ. ഇത് നിൽക്കുള്ളതാ. എനിക്ക് ഇട്ടരുന്നേ വരട്ടെ നെയ്മറിനോട്, ഭയങ്കര കേസിനോട്. ഓക്കെ കിട്ടുന്നു. ഞാൻ മൊത്തം എൻ്റെ കയ്യിൽ വരട്ടോ. നെയ്മർ പറഞ്ഞേ നിൽക്കുള്ളൂ. അഗ്രഷൻ ആക്രസ് ഇല്ല വിചാരിച്ചിട്ട്. എടാ നെയ്മർ അവിടുക്കനെ കൊടുക്കടാ. വിസിലടിക്കല്ലേ. അറ്റാക്കിങ്ങില്ല. ഇനി സമനിലായിട്ട് നമ്മൾ സ്ഥാനമൊന്നും പോകാമെന്ന് അതിന് ബനായിട്ട് എടുക്കും. ഇനി എംബാപ്പെ ടോപ്പ് സ്കോററാ. ഒരു കളി കൂടി കളിച്ചു നോക്കാം. കളിക്കണ്ട അപ്പോൾ കണ്ടുവരാം. മാഡ്രിഡ് എന്തായി? മാഡ്രിഡും ജയിച്ചിരുന്നാണ്. ചെറുതായിട്ടൊരു പേടിയുണ്ട്. ചലഞ്ച് എന്തെങ്കിലും ആയിക്കോട്ടെ. കോമ്പറ്റീഷൻ ഇൻഫോ ഇത്രയേ ഉള്ളൂ. 21 ഗോളാണേ. ലീഗ് ടാബിൾ എനിക്ക് ചെറുതായിട്ട് പേടിയുണ്ട്. കാരണം എന്താ പറയുക, 36 പോയിന്റ് 53 പോയിന്റാണ് ഒന്നാം സ്ഥാനക്കാർക്കും. എത്തപ്പോൾ അത് നമ്മൾ മിക്കവാറും പോയിട്ടാ. ഒരു കളി കൂടി ജയിച്ച് കൊണ്ടുവരണമെന്നുണ്ട്. കഴിയൂല. അവരുണ്ട് കോമ്പറ്റീഷൻ ഇൻഫോക്ക് ഒന്ന് പോയോട്ടെ. കളി ജയിച്ചാൽ എങ്ങനെയെങ്കിലും 4ാം സ്ഥാനത്ത് കാണാം. പക്ഷേ സെവിയ പൊട്ടണം. നമ്മളെ കളി അറിയട്ടെ. സെവിയനട്ടാ അല്ല വയസ്സ്. ഒരു മിനിറ്റ് നടക്കുമോ? കളിച്ചേക്കാം വയസ്സ്. തീർത്തേക്കാം. നമ്മൾ അറക്കാൻ പോകണം കേസ്. അറവിന് കൊണ്ടുപോകണം. നമ്മൾ തീർക്കാൻ പോകണം കേസ്. ഇത് നെയ്മറിൻ്റെ കളിയാടാ. കളിയാടാ.
നെയ്മർ വരാണ്. ഞാൻ വേണ്ട വേണ്ട വെക്കണാണ്. നിങ്ങളിങ്ങനെ ദേഷ്യം പിടിപ്പിച്ച പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? തീർച്ചയാക്കാം. നെയ്മർ വരാണ്. നിങ്ങൾ പിന്നെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ച ഞാൻ എന്ത് ചെയ്യാനാ? തീർച്ചയാക്കാം. അപ്പോൾ നെയ്മറിൻ്റെ ഓളം നെയ്മർ ഒന്നും ചെയ്തില്ലാണെങ്കിൽ -999 എന്തോ കണ്ടറിയാം. ഇത് എൻ്റെ ഹോമാടാ. എൻ്റെ ഹോമിലൊന്നുണ്ട് എന്നോട് കളിക്കാൻ നിൽക്കില്ല. ഒരു ഹഡ്ജ് ദി ഓഫ് ക്യാൻഡോണ, ഒരു ഹഡ്ജ് ദി ഓഫ് ഡിയാഗോ ഫോർലാൻ. നെയ്മറിനെ വീണ്ടും കളി തുടങ്ങിയപ്പോൾ തന്നെ കിട്ടി. നെയ്മർ സ്കില്ലെടുക്കാൻ നോക്കി, കളായി ഗൈസ്. കലേബെ, ഡെനിസ് സുവാരസ്, ഇവനാ എടുത്തിട്ടാ. നെഹുവേന തുങ്കലേന, അവനാണ് നെയ്മറിൻ്റെ ബോൾ എടുത്ത്. ഓ ഗൈസ്, നെഹുവൽ തെനാഗ്ലിയ, അതാണ് എൻ്റെ പേര്, നെഹുവൽ തെനാഗ്ലിയ. വാൻബൂട്ടിനെ കട്ട് ചെയ്ത് പോയാൽ വാൻബൂട്ടൻ ചങ്കു നോക്കി അറക്കൂലേ? അത്ര ഇവിടെ ചെയ്തിട്ടുള്ളൂ. ചങ്കു നോക്കി അറത്തു. അവിടെ ഇട്ട് വെട്ടി ഗൈസ് വാൻബൂട്ടനാ, ഒന്നും നോക്കിയില്ല. നെയ്മർ, കാർലസ് അലേന, ജോൺ പച്ചച്ചോ, കാർലസ് അലേന. പിന്നെ ഓന നെയ്മറിൻ്റെ ബോൾ എടുത്തവൻ കൂടി കാരണമാണ്. നെയ്മർ കറക്റ്റിന് കിട്ടണ്ടേനോ. നെഹുൽ തെനാഗ്ലിയ, നിനക്കുള്ള പണി പെരയിൽ വന്നിട്ടാണ് എത്തുമ്പോഴേ. ഗൈസ് വാൻബൂട്ടിൻ്റെ 1.5 വെട്ടുകൊള്ളാൻ നിൽക്കുന്നു. ഒരാളെ പെട്ടെന്ന് കൊടുക്ക്. നെയ്മറെ ഫുൾ സ്റ്റാമിനാണ്, അഗ്രഷനും ഉണ്ട്. അഗ്രഷൻ ഉപയോഗിക്കില്ല, ഇനി ഉപയോഗിക്കില്ല. ഇവിടുത്തെ തോന്നലിന് ത്രോ കൊണ്ടെടുത്തോണ്ട് ഇനി ഉപയോഗിക്കില്ല. എന്താ നെയ്മറ ശ്രദ്ധിക്കണ്ടാക്ക. ആൻറ്റോണിയോ ബാലൻസോ, ഡെനിസ് സുവാരസ്. ഗൈസ് ഒന്നാമത് നെഹുൽ തെനാഗ്ലിയ, ഓൻ്റെ തല നെയ്മറിന് തന്നെ വെട്ടണം. അത് വാശിയാണ്. പക്ഷേ നെയ്മർ ആ സൈഡിൽ കൂടി പോണില്ല ഗൈസ്. ഇപ്പോൾ ഒരു ട്രിക്കിൽ കളിച്ചാണ്. നെയ്മറുടെ ട്രിക്ക് കൊളായി. കാർലസ് അലേന, ഇറ്റ്സ് ലുക്കാസ് ബോയെ ക്യാൻഡോണ. ഓ ഗൈസ്, നെയ്മർ പാടാ അമ്മേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈസി പീസി ഡ്രിബിളാണ്. രണ്ടാൾക്കാർ ഇങ്ങനെ ഇടയിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. ഒരു ബ്ലിറ്റ്സ്, നല്ല ബ്ലിറ്റ്സായ ഗോള്. എത്താണ് നെയ്മറ നേർക്ക് അടിച്ചുകൂടാക്ക്. ഒരു ഹാട്രിക്ക് ഇക്കളി അടിച്ചാൽ ടോപ്പ് സ്കോറർ തൂക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടല്ല തന്നെ അങ്ങനെയൊക്കെ കളിപ്പിച്ചിന്. ആ കളിയൊക്കെ അതിൻ്റെ കളി ബ്ലിറ്റ്സ് അടിക്കേണ്ട സമയത്ത് ബ്ലിറ്റ്സ് അടിക്കുമോ? അതേ ജില്ലേനു, അതാ പ്രശ്നം. കളി ബ്ലിറ്റ്സ് എല്ലാം കൊടുത്തുക്കണേ. പക്ഷെ അടിക്കേണ്ട സമയത്ത് ആ ബ്ലിറ്റ്സ് ഉപയോഗിക്കുമോ? ഇല്ല. അത് ഏതാ സമയം എന്ന് അറിയാനിട്ടാണോ? അല്ല. തെനാഗ്ലിയൻ്റെ അടുത്ത് ഓടുമ്പോൾ കലേബേറിന് എന്താ ഇപ്പം ചെയ്യുക? എന്തൊക്കെ പേരും എന്നിട്ട് അവർ നേരക്കായിട്ട് വരുമോ? ഇല്ല. 31 മിനിറ്റായി, 0-0 നിൽക്കുകയാണ് പിള്ളേരിത്. നാണയം കൊടുത്തുവോ എന്നൊക്കെയാണ് ചോദിക്കണമെങ്കിലും. ലൂക്കാസ് ബോയെ റൈക്കാർഡ്, ഹുയിസൺ തൊട്ടോ ഗോള് നെയ്മറിൻ്റെ അടുത്താ. ഗോള് നെയ്മർ കൊണ്ടുപോയി കഴിഞ്ഞ് ഒരു ഔട്ട് ആവുന്നതിന് മുമ്പ് ഭാഗ്യം ഉണ്ടെങ്കിൽ. കാരണം എന്താ പറയുക, ഞാൻ എല്ലാ പ്രാവശ്യവും ഹുയിസൺ തൊട്ടുണ്ടെങ്കിൽ നെയ്മർ ഔട്ട് ആവുന്നതിന് മുമ്പ് അടിക്കലുണ്ട് സാധാരണ കേട്ടോ. അത് ഇനി കോയിൻസിഡൻസ് ആണെന്ന് ഇപ്പോൾ കണ്ടുതരാം. കോയിൻസിഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം അടിക്കൂല. കോയിൻസിഡൻസ് അല്ലാണ്ടെങ്കിൽ ഇപ്പം അടിക്കും, കണ്ടുതരാം. വല്ലാത്തൊരു പേരും വല്ലാത്തൊരു കളിയും എല്ലതും. സ്ട്രൈക്ക് കാർഡ് നെയ്മർ. അത് നെയ്മർ എടുത്താൽ കോയിൻസിഡൻസ് ആവുമോ? അത് കോയിൻസിഡൻസ് ആവൂലേ? ഔട്ട് ആവുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഹാഫ് ടൈം. കൊളായി ഗൈസ്. കോയിൻസിഡൻസ്, ദാറ്റ്സ് എ കോയിൻസിഡൻസ് ആണ്. 0-0 പൊസിഷനും ഷോട്ട്സും എല്ലാം നമ്മളെ സ്റ്റാറ്റ്സ്. പക്ഷെ പറഞ്ഞിട്ട് എന്ത് കാര്യം? കളിയും ഗോളും എല്ലാം ഒരേക്കുള്ള കാര്യമാണ്. നെയ്മർ ബ്ലിറ്റ്സ് ട്രൈ ചെയ്യണില്ല ഗൈസ്. നെയ്മർ വൈ യു കാൺ ട്രൈ ബ്ലിറ്റ്സ് കേളർ? എന്താണ് വാൻബൂട്ട ചാടി കൊടുക്കുക? ചാടി കൊടുത്ത് ഇത്രയേ ഉള്ളൂ.
ടോണി മാർട്ടീനസ് വെട്ടിയിടലോ. പേടിച്ചില്ല, ഇപ്രാവശ്യം പേടിച്ചില്ല. ഡെന്നിസ് സുവാരസ്. ഞാൻ അത് വല്ലാത്ത അടിയാവുന്നത് അടുത്തക്കായി. ഇല്ല, ഓന നെയ്മറിനെ ആരും നോക്കണില്ലാണ്ട് നെയ്മർ എടുക്കും. ഇവിടെ ചെസ്റ്റിലൊക്കെ ട്രാപ്പ് ചെയ്യുന്നേ. നെഹുവൽ തെനാഗ്ലിയ, കലേബ, ഡെനിസ് സുവാരസ്, കലേബെ ബിസ്മില്ല. ഇപ്പം അവിടെ കൊടുക്കണം. ഇനി ബോൾ എടുക്കണം. ക്ലിയർ പെട്ടെന്ന് കൊടുക്ക്. അയ്യോ, അടിപൊളി. ബോയാൻ ക്രിക്കിച്ച് ഹാർജി ഇറ്റ്സ് നെയ്മർ ജൂനിയർ എവരിബഡി. നെയ്മർ ഒരു ഗോളെങ്കിലും ഇടണം എന്ന് പറഞ്ഞേ. ഇനി നെഹുവൽ തെനാഗ്ലിയ സമ്മതിക്കണ്ടേ? നെഹുവൽ തെനാഗ്ലിയ തന്നെ. കലേബെ. ടോണി മാർട്ടീനസ്. കഴിക്കുന്നു പോയി. ഓ, ലിവർക്കാനെ ഇതിനടച്ച് മുത്താണ്. റൈക്കാടെ ഒന്ന് പവറിലൊക്കെ കുത്തുമ്പോൾ ഇപ്രാവശ്യം നെഹുവൽ തെനാഗ്ലിയാണ് ഡ്രിബിൾ ചെയ്യുന്നുള്ള വാശിക്ക് തന്നെയാണ് വന്നേക്കണേ. സ്കില്ലൊക്കെ സ്പ്രിൻ്റായി ഞാൻ എന്ത് ചെയ്യുക? കലേബേനൊക്കെ സുഖമായിട്ട് ഡ്രിബിൾ ചെയ്ത് ഒരു ബ്ലിറ്റ്സ് അടിക്കാൻ സമയത്ത് മുന്നിൽ വന്ന് നിൽക്കും ഒരുത്തൻ. ഏതവനാണോ ഒരുത്തൻ? ഇതില്ലാത്ത ഒരുത്തൻ. യു ഹാൻഡ് ക്രോസസ് വൺസ് അല്ലേ? എൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് ഇവിടെ ഇത്രയേ ഉള്ളൂ. നെയ്മർ ബ്ലിറ്റ്സാണ്. നെഹുവൽ തെനാഗ്ലിയ വെറുതെ ഒരു ടേണിൽ ഈസി ആയിട്ട് ഇതാക്കിയാണ്. ഇതിൻ്റെ ഇടയിൽ എവിടുന്ന കയറി വരുന്ന അണ്ടർ ഗ്വായെ എന്തൊക്കെ പേരാ. ഒരു ഗോളോ അതായിട്ടില്ല. ഗോളെടുക്കാൻ നെയ്മറിനോട് കഴിയൂല. എന്നാൽ പിന്നെ എന്തിനാ കളിച്ചണേ? കയറ്റിയാലോ നെയ്മർ ഇപ്പോൾ കളിക്കണില്ല. മൈ ലീഗ് മുഞ്ചി. അതോ ഇനി ടൈറ്റിലൊക്കെ ഉണ്ട്. മൈ ലീഗ് മുഞ്ചി. മൈ ലീഗ് കൊളായി. ഇക്കളി തോറ്റാൽ മൈ ലീഗ് കൊളായി എന്നുള്ള കാര്യം ഉറപ്പാണ്. കൊളായി 5ാം സ്ഥാനത്ത് നിന്ന് 6ാം സ്ഥാനത്തേക്ക് പോയാലും ഉറപ്പാണ് കൊളായി. നെഹുവൽ തെനാഗ്ലിയ വിളിപ്പിക്കല്ലേ? നെഹുവൽ തെനാഗ്ലിയ അവൻ കാരണമാണ് നെയ്മറിന് ഒന്നും ചെയ്യാൻ കഴിയാത്തത്. ബ്ലിച്ചടിക്കാൻ വന്നാലും ഉണ്ടാവും മുന്നിൽ. അപ്പോൾ ഇതല്ല കോർണർ. ഗൈസ് ഇത് പറയാണ് പോയാൻ ക്രിക്കിച്ച് ഞാനെടുത്തോളാം. അല്ലെ വേണ്ട, ഓന് വരും. ഓൺ കിട്ടില്ല. ഗൈസ് നെയ്മർ അല്ല ക്യാൻ്റോടെ പെട്ടെന്ന് എടുത്ത് പോയാൻ ക്രിക്കിച്ച് ഇപ്പോൾ വെച്ച് ഇവിടെ വെച്ച് കളിക്കല്ലേ. നെയ്മർ ഒന്ന് ഞാൻ എൻ്റെക്കുള്ള കളി പറഞ്ഞിട്ടാ. ഇവിടുന്ന് ആക്രൂസ് എടുത്ത് കളിക്കല്ലേ. ഒന്നും ചങ്ങായിയെ. നെഹുവൽ തെനാഗ്ലിയ എടാ പുട്ട് മോർ പവർ. ഞാൻ ഫുൾ പവറിൽ കൊടുത്തവൻ കെടുന്ന് ഷോട്ട് അടിക്കും. അതുകൊണ്ടാണ് അതേറ്റൊന്നും നടക്കാനും പോണില്ല. പ്ലീസ് വെറുപ്പിക്കല്ലേ. ഞാൻ ക്രിക്കിച്ച് അടാ നെയ്മർ ഒന്നെടുക്ക്. ഫോർലാനെ പാട. അപ്പോൾ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ പോവാണ്. ടാറ്റാ.